അസ്സലാമു നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെയൊക്കെ തലമുറ പഠിക്കുമ്പോൾ ഒരു 90കളിലൊക്കെ പാഠപുസ്തകങ്ങളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ അന്നത്തെ കോൺഗ്രസ് നേതാക്കളെ, സ്വാതന്ത്ര്യ സമര സേനാനികളായ കോൺഗ്രസ് നേതാക്കളെ രണ്ട് വിഭാഗങ്ങളായി പരിചയപ്പെടുത്താറുണ്ടായിരുന്നു. ഇന്ന് അതേ വാക്കുകൾ ഉപയോഗിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടോ എന്ന് അറിയില്ല. കോൺഗ്രസിലെ മിതവാദികളും കോൺഗ്രസിലെ തീവ്രവാദികളും. ഗോഖലെ പോലുള്ള ആളുകൾ മിതവാദികളായിരുന്നപ്പോൾ ലാൽ ബാൽ പാൽ എന്നൊക്കെ പേരുള്ള ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ തുടങ്ങിയ ആളുകളൊക്കെ തീവ്രവാദികളായിട്ടായിരുന്നു അന്ന് നമ്മുടെ പാഠപുസ്തകങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത്. നമ്മളൊക്കെ ആ സമയത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി നമുക്ക് വേണം, ബ്രിട്ടീഷുകാരെ പൂർണ്ണമായി ഇവിടുന്ന് പറഞ്ഞേക്കണം എന്ന നിലപാടുണ്ടായിരുന്നു. തീവ്രവാദികളായ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് ആയിരുന്നു ശരിയെന്നും അതോടൊപ്പം അവരോട് താല്പര്യമൊക്കെ തോന്നിയിരിക്കാൻ സാധ്യതയുള്ളവരാണ്. കാരണം ഇന്ത്യ പൂർണ്ണമായി സ്വതന്ത്ര രാജ്യമായിരിക്കണമെന്ന് താല്പര്യപ്പെട്ടത് അവരാണല്ലോ എന്നുള്ള നിലയ്ക്ക്. അന്ന് തീവ്രവാദം എന്ന വാക്കിന് ഇന്ന് പറയുന്ന പോലത്തെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു അർത്ഥം ഇത്ര വ്യാപകമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, വാക്കുകളുടെ അർത്ഥവും സാഹചര്യവും ഒക്കെ അനുസരിച്ച് നമ്മളെ മനസ്സിൽ വരുന്ന ചിത്രങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പാഠപുസ്തകങ്ങളിൽ ബാലഗംഗാധര തിലകൻ അടക്കമുള്ളവരെ തീവ്രവാദികളായ നേതാക്കൾ എന്ന് പറയുന്നുണ്ടോ എന്നറിയില്ല. പറഞ്ഞു വന്നത്, തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട്, അത് പൂർണ്ണമായും നെഗറ്റീവാണ്. അതേസമയം അന്ന് തീവ്രവാദികളായ കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയുമ്പോൾ തീവ്രമായ നിലപാടുള്ളവർ, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തീവ്രമായ നിലപാടുള്ളവർ എന്ന അർത്ഥത്തിൽ അതൊരു പോസിറ്റീവായ ചിത്രമായിരുന്നു നമുക്ക് തന്നിരുന്നത്. വാക്കുകളുടെ അർത്ഥം പലപ്പോഴും രാഷ്ട്രീയ രംഗത്തുള്ള മുതിർന്നവർക്ക് തന്നെ, അല്ലെങ്കിൽ ഈവൻ വിദ്യാഭ്യാസം, രാഷ്ട്രീയ പരിജ്ഞാനം ഉണ്ട് എന്ന് കരുതുന്നവർക്ക് തന്നെ മാറിപ്പോകുന്നതോ മനഃപൂർവ്വം മാറുന്ന പോലെ അവർ അഭിനയിക്കുന്നതോ കാണാം. സെക്യുലറിസം, മതേതരത്വം എന്ന വാക്ക് മറ്റൊരു ഉദാഹരണമാണ്. മതേതരത്വം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, യൂറോപ്യൻ പശ്ചാത്തലത്തിലൊക്കെ സെക്യുലറിസം എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരർത്ഥം, അഥവാ എല്ലാ മതങ്ങളുടെയും തിരസ്കാരമാണത്. അതേസമയം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മതേതരത്വം, മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളെയും തുല്യതയോടെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. മതത്തിന്റെ തിരസ്കാരമല്ല, മതങ്ങളെ സമഭാവനയോടെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എല്ലാ മതത്തിനും തുല്യ പ്രാധാന്യം. സ്റ്റേറ്റിന് മതമില്ല എന്ന രീതിയിൽ സ്റ്റേറ്റ് മതകാര്യങ്ങളിൽ ഇടപെടുകയോ മതത്തെ പരിഗണിക്കുകയോ വേണ്ട എന്ന് ഒരിടത്ത് നിലപാടുണ്ടാവുമ്പോൾ മറുവശത്ത് സ്റ്റേറ്റ് എല്ലാ മതങ്ങളോടും ഒരേ നിലപാടെടുക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടും പ്രായോഗികാടിസ്ഥാനത്തിൽ വലിയ മാറ്റമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ അടുത്ത് ഹിജാബിന്റെ വിവാദം വന്ന സമയത്ത് വലിയ വിവരമുണ്ട് എന്ന് നമ്മൾ കരുതുന്നവർ പോലും ഇന്ത്യൻ മതേതരത്വം, മതനിരപേക്ഷത എന്ത് എന്നറിയാത്ത രീതിയിലാണ് സംസാരിച്ചത്. ഞാൻ നമ്മളെ പുതിയ വിഷയമായിട്ടുള്ള പുതിയ ടെർമിനോളജിയെ വർഗീയതയിലേക്കാണ് വരുന്നത്. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് അല്ല എന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ പണ്ട് കാലത്തെ തിരിച്ചു മറിച്ച് നടത്താറുണ്ട്. ചിലർ പറയും വർഗീയ പാർട്ടിയാണ്, ചിലർ പറയും വർഗീയ പാർട്ടി അല്ല. അതേപോലെ മാർക്സിസ്റ്റുകാരായ പ്രവർത്തകരും അതുപോലെ എഴുത്തുകാരൊക്കെ സമാനമായ പ്രയോഗങ്ങൾ നടത്താറുണ്ട്. അപ്പൊ എന്താണ് വർഗീയത നിർവചിക്കേണ്ടി വരും? ഒരു പ്രത്യേക വർഗത്തിന്റെ, ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെയോ ഒരു പ്രത്യേക എത്നിക് വിഭാഗത്തിന്റെയോ താല്പര്യങ്ങൾ പ്രത്യേകമായി സംരക്ഷിക്കാൻ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് രൂപപ്പെടുന്ന ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു വർഗത്തെ പ്രത്യേകമായി ആ വർഗത്തിന്റെ താല്പര്യ സംരക്ഷണം ലക്ഷ്യം വെക്കുന്ന ഒരു പാർട്ടി വർഗീയ പാർട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. വേണമെങ്കിൽ നമുക്ക് പറയാം ഭാഷാപരമായിട്ടത് ശരിയാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ വർഗീയത എന്ന് പറയുന്ന പൂർണ്ണാർത്ഥത്തിൽ അത് ശരിയല്ല. അങ്ങനെ ഒരു പ്രത്യേക വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികൾ ഇഷ്ടംപോലെ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. മതപരമായ അതല്ലെങ്കിൽ അല്ലാത്ത ഐഡന്റിറ്റികളെ പ്രതിനിധീകരിക്കുന്ന, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ധാരാളം പാർട്ടികളുണ്ട്. എല്ലാ മുന്നണികളിലും അത്തരം പാർട്ടികളെ കാണാം. അപ്പൊ അതൊക്കെ വർഗീയമാണെങ്കിൽ ഒരു മുന്നണിയും വർഗീയ പാർട്ടികളിൽ നിന്ന് മുക്തമല്ല എന്ന് പറയുന്നു. പക്ഷെ അത് സൂക്ഷ്മാർത്ഥത്തിൽ ദോഷകരമാണോ
ഒരു മതനിരപേക്ഷ രാജ്യത്തിന് ഗുണകരമാണോ അല്ലേ എന്നുള്ള അക്കാദമിക്കായ ചർച്ചകളൊക്കെ നമുക്ക് നടത്താമെങ്കിലും പ്രാക്ടിക്കലി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വർഗീയത എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേസല്ല അത്. അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. മറ്റൊരർത്ഥം വർഗീയ പാർട്ടി എന്ന് പറയുമ്പോൾ മറ്റ് മതവിഭാഗങ്ങളെ അല്ലെങ്കിൽ മറ്റ് എത്നിക് വിഭാഗങ്ങളെയൊക്കെ ജനങ്ങളുടെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ തങ്ങളുടേതല്ലാത്ത വിഭാഗങ്ങളോട് വിവേചനപരമായി നിലപാടെടുക്കുന്ന, ഒരുപക്ഷെ അവർക്ക് ദോഷകരമായ നിലപാടെടുക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ കാണാം. വേറൊന്ന്, മതപരമോ മറ്റോ ആയിട്ടുള്ള ചിഹ്നങ്ങളെ പാർട്ടിയാവുമ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരെന്നുള്ള നിലക്കും നമുക്ക് വർഗീയ പാർട്ടികളെന്ന് ചിലപ്പോൾ പ്രയോഗിക്കാറുണ്ട്. ഇതൊക്കെ ഒരർത്ഥത്തിൽ വർഗീയത എന്ന് പറയാം. എന്നാൽ ആധുനിക സമയത്ത്, ആധുനിക ഇന്ത്യൻ പശ്ചാത്തലത്തിൽ BJP നേതൃത്വം വഹിക്കുന്ന RSSന്റെ നേതൃത്വത്തിലുള്ള ഫാഷിസ്റ്റ് മൂവ്മെന്റ് പ്രവർത്തിക്കുന്ന ഒരു കാലത്ത് ആളുകളെ ആൾക്കൂട്ട വിചാരണ ചെയ്യുകയും കൊല ചെയ്യുകയും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റേത് എന്ന് പറയപ്പെടുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പോലും യോജിപ്പുണ്ടായാലും ഇല്ലെങ്കിലും അതിനു വേണ്ടിയിട്ട് മറ്റു വിഭാഗങ്ങളെ അടിച്ചമർത്തുകയും സമ്പൂർണമായി ഹിംസാത്മകമായും വിദ്വേഷപരമായും വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്ന വളരെ അപകടകരമായ, വളരെ അഗ്രസീവായ ഒരു തരം വർഗീയത, മറ്റു വിഭാഗങ്ങളെ ദോഷകരമായി ബാധിക്കുക എന്നുള്ളതിനും അപ്പുറം മറ്റു വിഭാഗങ്ങളെ അക്രമോത്സുകമായി നേരിടുന്ന രീതിയിലുള്ള ഒരു തരം വർഗീയത പടർന്നു വരുന്ന ഒരു കാലമാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ BJPയെ പോലെയുള്ള ഒരു പാർട്ടിയെ മറുവശത്ത് നിർത്തിയിട്ട് സംസാരിക്കുമ്പോൾ വർഗീയത എന്ന് പറയുന്നതൊക്കെ തമ്മിൽ വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. എല്ലാം ഒരേ തലത്തിലുള്ളതല്ല. അപ്പോൾ ഒരു മതവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ജനസംഖ്യാ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതുകൊണ്ട് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടന വർഗീയമാണെങ്കിൽ കേരളത്തിൽ ഇഷ്ടംപോലെ വർഗീയ പാർട്ടികൾ നമുക്ക് കിട്ടും. മുസ്ലിങ്ങളെ കൂട്ടത്തുനിന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, വേണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ ലീഗ്, PDP മുതലുള്ള സംഘടനകൾ, ക്രിസ്ത്യാനികളെ പ്രതിനിധാനം ചെയ്യുന്ന വ്യത്യസ്ത കേരള കോൺഗ്രസുകൾ, മാണി ഗ്രൂപ്പാണെങ്കിലും മറ്റ് ഗ്രൂപ്പുകളാണെങ്കിലും, ഇനി വേറെയും പാർട്ടികൾ ഉണ്ടാകാം. അത്രയൊന്നും പേര് ഇല്ലാത്ത പാർട്ടികൾ. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ അടുത്ത് കുറച്ചു മുമ്പ് ലയിച്ച ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒരുപക്ഷെ ടൈപ്പിൽപ്പെട്ടായിരിക്കാം. ഹിന്ദു സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ചുരുങ്ങിയത് 4 ഗ്രൂപ്പുകളെങ്കിലും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഹിന്ദു സമുദായത്തെ പ്രതിനിധീകരിക്കുന്നത് എനിക്കറിയാവുന്നുണ്ട്. ഒന്ന് BJP, ചെറിയ തോതിലാണെങ്കിലും ശിവസേന ഇവിടെയുണ്ട്. അതുപോലെ BDJS ഉണ്ട്. അതുപോലെ NDAയുടെ ഒരു അലയൻസിനായി പ്രവർത്തിച്ചിരുന്ന ഒരു കൊച്ചുകക്ഷിയുണ്ട്, അതൊരു KS രാധാകൃഷ്ണൻ്റെയൊക്കെ. ഇതൊക്കെ ഹിന്ദു സമുദായത്തെ താല്പര്യപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പ്രത്യേക വിഭാഗങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. ഹിന്ദു സമുദായത്തിനകത്ത് തന്നെയുള്ള ഈഴവരെ ഉദ്ദേശിച്ചിട്ടുള്ള അവരെ പ്രത്യേകം അവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ന് പറയുന്ന BDJS, മുന്നാക്ക വിഭാഗങ്ങളെ അവരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ള നിലക്കാണ് നേരത്തെ പറഞ്ഞ പാർട്ടി. അതുപോലെ BJP, ശിവസേനയൊക്കെ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള പാർട്ടികൾ ഹിന്ദു സമുദായത്തിൽ നിന്നുണ്ട്, എല്ലാ വിഭാഗത്തു നിന്നുണ്ട്. ഇനി ആദിവാസികളുടെ താല്പര്യങ്ങൾ പ്രത്യേകിച്ച് ലക്ഷ്യം വെക്കുന്ന CK ജാനുവിന്റെ പാർട്ടിയെ പോലുള്ള മറ്റ് മതപരമല്ലാത്ത ഐഡന്റിറ്റികളെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികളുണ്ട്. ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും വേണമെങ്കിൽ നമുക്ക് അങ്ങനെയാണെന്ന് പറയാം. കാരണം തൊഴിലാളി വർഗത്തിന്റെ ക്ഷേമം എന്നാ അവര് പറയാറുള്ളത്. അപ്പോൾ കമ്മ്യൂണിസത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് വ്യത്യസ്ത വർഗ സംഘടനകളുടെ അടിസ്ഥാനത്തിലാണല്ലോ സമൂഹം രൂപപ്പെടുന്നതും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മുതലാളി വർഗത്തിനെതിരായ ഇത് ഔദ്യോഗികമായൊരു വർഗീയമാണോ അല്ലേ എന്നല്ല ഞാൻ പറയും. ഒരു വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു വർഗത്തിന്റെ ഉന്നമനത്തെ ലക്ഷ്യം വെക്കുന്നു എന്നത് വർഗീയതയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വേണമെങ്കിൽ വർഗീയമാണെന്ന് പറയും. കാരണം അതിന്റെ താല്പര്യം എന്താണ്? നമ്മുടെ തൊഴിലാളി വർഗത്തെ, അധ്വാനിക്കുന്ന വർഗങ്ങളെ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവർക്കെതിരായ അടിച്ചമർത്തലുകൾ കുറക്കുക, മാറ്റുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ്. സ്വാഭാവികമായിട്ട് അതിന് മറുവശത്തൊരു വിഭാഗമുണ്ട്, അത് മുതലാളി വർഗമെന്നോ മറ്റോ നമുക്ക് വിളിക്കാവുന്ന ഒരു വിഭാഗമുണ്ട്. അവർ രാഷ്ട്രീയമായി സംഘടിക്കുകയും തൊഴിലാളി വർഗത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഇപ്പോ ഒരു വിഭാഗം സംഘടിച്ചാൽ മറ്റു വിഭാഗം സംഘടിക്കൂല എന്ന പ്രശ്നം അതിലുണ്ട്.
പക്ഷേ സ്വാഭാവികമായിട്ട് ഈ വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ കൂടുതലായിരിക്കും, മുതലാളി വർഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും ചെറുതായിരിക്കും എന്നുള്ളതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുതലാളി വർഗം എന്ന് പറയുന്നത് സംഘടിക്കുന്നതിൽ ഒരർത്ഥമില്ല എന്നതുകൊണ്ടും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് ഇങ്ങനെ സംഘടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടും സ്വാഭാവികമായിട്ടൊരു മുതലാളി വർഗ പാർട്ടി എന്നുള്ള നിലക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടി ഉണ്ടാവാറില്ല. അതുകൊണ്ട് പിന്നെ ഇത്തരം ഒരു സംഘാടനം വർഗീയമല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിലെ ബുദ്ധമതക്കാരും ജൈനമതക്കാരൊക്കെ ന്യൂനപക്ഷങ്ങളുണ്ട്. അവർക്ക് അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പാർട്ടി ഉണ്ടാക്കിയാൽ അതും ഈ പറഞ്ഞ വർഗീയ പാർട്ടിയാണ്. അപ്പോൾ അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷത്തിൽ അവർക്ക് ഇടമുണ്ടോ പ്രസക്തി ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, അത് ഒരുതരം വർഗീയ സംഘാടനം തന്നെയാണത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വർഗീയ സംഘാടനങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷെ അത് നമ്മളെ സമൂഹത്തിൽ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം കാണേണ്ടതില്ല. കമ്മ്യൂണിസ്റ്റുകളൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്, അതേസമയം അത് കാണുന്നതിന് മറുവശങ്ങളുണ്ട്. കാരണം സ്വാഭാവികമായിട്ട് അവർ ഓരോരുത്തർ അവർക്കനുസരിച്ച് കാണും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗീയമല്ല എന്ന് ചിന്തിക്കുമ്പോൾ മറ്റു പാർട്ടികളൊക്കെ എന്താ പറയുക റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വർഗീയം ഇവിടെ ആവശ്യമില്ല, എല്ലാവരും ഉൾക്കൊള്ളാനാണ് വേണ്ടതെന്ന് പറയും. അതേസമയം ഇതിലും ഞാൻ പറഞ്ഞ പോലെ ഒരു വർഗീയത ഉണ്ട്. ഇനി അല്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെ വട്ടവർ ഇത് പൊതുവിൽ നമ്മുടെ സമൂഹം ഇതൊരു പ്രശ്നമായി ഇത്തരം പാർട്ടികളൊന്നും വേണ്ട എന്ന ഏക നിലപാടിൽ അല്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഈ അവഗണിക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ അവർക്ക് സ്വന്തമായ പാർട്ടികൾ വേണ്ടിവരും. ഉദാഹരണത്തിന് പിന്നെ മുസ്ലിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. മുസ്ലിങ്ങളുടെ കാര്യം മുഖ്യധാര പാർട്ടികളൊന്നും മുസ്ലിങ്ങൾക്ക് കൃത്യമായി വേണ്ട വിധം ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നൽകാറില്ല, വസ്തുതയാണ്. CPM എത്ര നൽകിയിട്ടുണ്ട്, കോൺഗ്രസ് എത്ര നൽകുന്നുണ്ട് എന്ന് നോക്കിയാലില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു പാർട്ടി എന്ന ചിന്ത മുസ്ലിങ്ങളുടെ അകത്ത് ഉണ്ടാകുന്നതിൽ നമുക്ക് തെറ്റു വരാൻ പറ്റില്ല. ലീഗ് ആസ്ഥാനത്ത് നിലകൊള്ളുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ദലിതർക്ക് അവരെ വേണ്ട വിധം അവർക്ക് ഇടം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ സംഘടനകൾ ഉണ്ടാകുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് മറ്റുള്ളവർക്ക് ദോഷകരമാവരുത്, അത് ഭരണഘടനാ വിരുദ്ധമാവരുത് എന്നേ ഉള്ളൂ. ഭരണഘടനയും ഇത്തരം ന്യൂനപക്ഷ അതുപോലെ വ്യത്യസ്ത വംശീയ പിന്നെ ഗ്രൂപ്പുകളുടെ അവരുടെ അസ്തിത്വം സംരക്ഷിക്കുന്ന നിലപാടുകളാണ് ഭരണഘടനക്കുള്ളത്. അപ്പോൾ ഭരണഘടനാടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തപ്പെട്ട ഭരണഘടന പറയുന്ന താല്പര്യങ്ങൾക്കടുത്ത് നിന്നുകൊണ്ട് ന്യൂനപക്ഷങ്ങളെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ജനവിഭാഗങ്ങളുടെയോ സംരക്ഷണമോ ഉന്നമനോ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പാർട്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ വർഗീയം എന്ന് വിളിക്കുന്നത് ഒരർത്ഥത്തിൽ ഭരണഘടന വർഗീയതയെ അനുവദിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമായിട്ട് നമുക്ക് കാണേണ്ടി വരും. അങ്ങനെയാണല്ലോ. അപ്പോൾ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ സമാനമായ പാർട്ടികളെ വർഗീയം എന്ന് ഈ അർത്ഥത്തിൽ വിളിക്കുകയാണെങ്കിൽ അതൊരു കുറ്റമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അപ്പോൾ ഭരണഘടന ഇത്തരം വർഗീയതകളെ അനുവദിക്കുന്നു എന്നുകൂടിയായിരിക്കും അതിൻ്റെ അർത്ഥം. അപ്പോൾ അതല്ല ഇവിടെ പ്രശ്നമുള്ളത് ഈ ഒരു വിഭാഗത്തിന്റെ ഉന്നമനത്തിന് എന്നുള്ള നിലക്ക് ഉണ്ടാകുന്ന സംഘാടനങ്ങൾ, പാർട്ടികൾ മറ്റുള്ള വിഭാഗങ്ങൾക്ക് ദോഷകരമാവുന്നു എങ്കിലാണ് സത്യത്തിൽ വലിയ പ്രശ്നമുള്ളത്. പിന്നെ ഇവർ സംഘടിച്ച അവരും സംഘടിക്കൂലേ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്, അല്ല എന്നല്ല പറഞ്ഞു. പക്ഷെ അത് ഓൾറെഡി അങ്ങനെ ഉണ്ട്. ഓൾറെഡി മുസ്ലിങ്ങളുടേതായ സംഘടനകളുണ്ട്, ഹിന്ദുക്കളുടേതായ സംഘടനകളുണ്ട്, മുസ്ലിങ്ങൾക്കകത്ത് വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ സംഘടനകളുണ്ട്, ഹിന്ദുക്കൾക്കകത്ത് പ്രത്യേക ജാതികളുടെ സംഘടനകളുണ്ട്, ക്രിസ്ത്യൻസിനകത്തുണ്ട്. ഇതൊക്കെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോ പിന്നെ ഇവിടെ പ്രശ്നമുള്ളത് അതിനപ്പുറം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഹിംസാത്മകമായ വർഗീയത എന്ന് പറയുന്ന മറ്റ് ജനവിഭാഗങ്ങളെ അവരോട് അക്രമോത്സുകമായി പെരുമാറുന്ന വർഗീയത, ഇതാണ് നമ്മൾ പൊതുവെ വർഗീയത എന്ന രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം. അങ്ങനെ വരുമ്പോൾ ആ വർഗീയത ഇത്തരം പാർട്ടികളിൽ ആരോപിക്കാമോ എന്നത് മറ്റൊരു വിഷയമാണ്. അതുപോലെ തന്നെ മതപരമായ ചിഹ്നങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള വർഗീയതയാണ് എങ്കിൽ നമുക്ക് രണ്ടാമത് പറയാം. അതേസമയം ഹിംസാത്മക വർഗീയത നിലനിർത്തുന്ന പാർട്ടികൾ നിലവിൽ ഇന്ത്യയിലുള്ളത് പ്രത്യേകിച്ച് ഒരു വിഭാഗമാണ്. ഒരിക്കലും മുസ്ലിം ലീഗിനെ ആ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. മുസ്ലിം ലീഗ് എന്നത് പിന്നെ മുസ്ലിം ലീഗിനോട് പല രീതിയിൽ വിയോജിപ്പുള്ള ആളാണ് ഞാനടക്കമുള്ളവർ. മുസ്ലിം ലീഗ് മതത്തിന്റെ ചിഹ്നങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന ആളാണ്. അതേസമയം മുസ്ലിം ലീഗ് പുറത്ത്, മുസ്ലിം സമുദായത്തിനു പുറത്ത് സമാധാനത്തിന്റെ വലിയ ആളുകളാണ്. അവരെ മുസ്ലിം ലീഗിനെ കൊണ്ട് മറ്റു മതവിഭാഗങ്ങൾക്ക് ബോധപൂർവം
വലിയ തോതിലുള്ള നാശങ്ങൾ ഉണ്ടാക്കുകയോ മറ്റു മതവിഭാഗങ്ങളോട് അക്രമോത്സവമായി പെരുമാറുകയോ ചെയ്യുന്നത് ലീഗിന്റെ ചരിത്രത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അമിതമായ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നതിലപ്പുറമുള്ള നീക്കുപോക്കുകൾ വരെ അവർ ചെയ്യാൻ തയ്യാറാവും. അവര് മുസ്ലിങ്ങളുടെ അകത്ത് അവര് ഒരു തരം അഗ്രസീവായ ഒരു ഭാഗികമായ ഫാസിസ്റ്റ് നിലപാടാണ് അവർ സ്വീകരിക്കാറുള്ളത്. അത് ഈ ചില വീട്ടില് മക്കളോടും ഭാര്യനോടൊക്കെ വളരെ മോശപ്പെട്ട് അതോറിറ്റേറ്റീവായിട്ട് പെരുമാറുന്ന ആള് നാട്ടിൽ ഭയങ്കര ജനകീയനാണ് കേസൊക്കെ ഉണ്ടാവുമല്ലോ. ഇങ്ങനത്തെ ഒരു കേസാണ് മുസ്ലിം ലീഗിന്റെ എന്ന് പറഞ്ഞു. മുസ്ലിം സമുദായത്തിനകത്ത് അവരുടെ താല്പര്യങ്ങളോട് യോജിക്കുന്ന എല്ലാവരെയും അടിച്ചമർത്താനുള്ള പ്രത്യേക താല്പര്യം, ഈവൻ കൊന്നുകളയ പോലും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴും മറ്റു മതവിഭാഗങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭീഷണിയും മുസ്ലിം ലീഗ് സൃഷ്ടിക്കാറില്ല എന്നത് നമുക്കറിയാം. പിന്നെ ഇപ്പോൾ ആരോപിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കാന്നല്ലാണ്ട് നമ്മൾ മറുവശത്ത് BJP-യോട് തുലനം ചെയ്യുമ്പോൾ ഒരിക്കലും BJP-യോട് സമീകരിക്കേണ്ട ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. എന്നിരിക്കെ BJP ഒരു വശത്ത് വളരും, ഇപ്പോൾ മുസ്ലിം ലീഗ് ഇപ്പുറത്ത് വളരുമ്പോൾ അപ്പുറത്ത് BJP വളരും. മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുമ്പോൾ ഹിന്ദുക്കൾ BJP-ക്ക് വോട്ട് ചെയ്യുമെന്ന രീതിയിൽ സമീകരിക്കുന്നത് BJP-യും മുസ്ലിം ലീഗും തുല്യമാണ് എന്ന് പറയുന്ന വിധത്തിലുള്ള അപകടമാണ്. ഈവൻ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അവർക്ക് അക്രമോത്സുകതയുണ്ട്, ഇവിടെ ആളില്ലാത്തതുകൊണ്ടാണ് അവര് ബംഗ്ലാദേശിൽ അക്രമോത്സവമായിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കും അതേ ആരോപണം സമാനമായ രീതിയിൽ അതിനേക്കാൾ എത്രയോ കൂടുതൽ അർഹിക്കുന്നുണ്ടല്ലോ. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നിട്ടുള്ള പാർട്ടികൾ മാർക്സിസ്റ്റ് പാർട്ടികളാണ്. മാർക്സിസ്റ്റ് പാർട്ടികൾക്ക് പൂർണ്ണമായ അധികാരം കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ കടുത്ത ഫാഷിസ്റ്റ് ഏകാധിപത്യ പ്രവണത കാണിക്കുകയും അല്ലാത്തവരെ ഒക്കെ വംശീയമായും സാംസ്കാരികമായും ഒക്കെ അടിച്ചമർത്തുകയും കൊന്നുകളയും ചെയ്തത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിനോടൊക്കെ ഇപ്പോഴും ഒരുതരം റൊമാൻറ്റിക് ആയിട്ടുള്ള താല്പര്യം നിലനിർത്തുന്നവരാണ് അത്തരം മാർക്സിസ്റ്റ് പാർട്ടികളോടൊക്കെ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും മാവോസെ തൂങ്ങിനോടും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടും ഈവൻ ഉത്തര കൊറിയയുടെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തോടും പോലും ഒരുതരം റൊമാൻറ്റിക്കായ, അതുപോലെ പഴയ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളോടൊക്കെ ആ റൊമാൻസ്, ഒരു കമ്മ്യൂണിസ്റ്റ് റൊമാൻസ് നിലനിർത്തുന്നവർ തന്നെയാണ് ഇവർ. അപ്പൊ ഇവർ ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ തൽക്കാലം നമുക്ക് അതൊക്കെ വിടാം. നമുക്ക് ഇപ്പൊ ഇവിടെ അക്രമോത്സവമാണോ എന്ന് നോക്കുമ്പോൾ ഇവിടെ അക്രമോത്സവമായിട്ടുള്ള ഒരു വിഭാഗമാണ് പ്രധാനമായിട്ടുള്ളത്. അതിനോട് മറ്റുള്ളവരെ സമീപിക്കുക എന്നുള്ളത് അക്രമമാണ്. ഇനി സമീകരിക്കാൻ എന്തെങ്കിലും ന്യായങ്ങൾ ഉണ്ടെങ്കിൽ ആ ന്യായങ്ങൾ അതിലേറെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടക്കമുള്ളവർക്ക് ബാധകമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ചർച്ച കാര്യമായി മറ്റു വിഭാഗങ്ങളെ വർഗീയത ആരോപിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലുള്ളവരായതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. വർഗീയത എല്ലാവരുടെയും കണക്കന്നെ. അപ്പൊ അത് എന്തായാലും അത് ശരിയല്ല. രണ്ടാമത് ഇനി നേരത്തെ പറഞ്ഞ പോലെ മതപരമായ ചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചാണെങ്കിൽ, മതപരമായ ഈ സെൻസിറ്റിവിറ്റിയെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് അതിൽ പ്രതിയാണ്. മുസ്ലിം ലീഗ് ആളുകളുടെ പുറത്ത് ഒരു വശത്ത് മതേതരത്വം പറയുകയും അതേസമയത്ത് തന്നെ പാർട്ടി പരിപാടികളിൽ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് പാവപ്പെട്ട സാധാരണക്കാരായ ഉമ്മമാരോ മറ്റൊക്കെയുള്ള ഇടങ്ങളിൽ അവിടെ മതവികാരം ഉണ്ടെത്തി സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അത് മറ്റു വിഭാഗങ്ങൾക്ക് വിരുദ്ധമായ മതവികാരം എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിനപ്പുറം നമ്മുടെ എന്നുള്ള ഒരു വികാരം ഉണർത്തി സംസാരിക്കാറുണ്ട്. മതപരമായ ചിഹ്നങ്ങൾ അവർ ദുരുപയോഗം ചെയ്യാറുണ്ട്. അതിനൊക്കെ നിശ്ചിതമായി വിമർശിക്കുന്നവരാണ്, കംപ്ലീറ്റ്ലി വിയോജിപ്പുള്ളവരാണ് നമ്മളെപ്പോലുള്ള ആളുകളും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു പ്രശ്നമാണ്. എന്നാൽ ആ പ്രശ്നം അവർക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. മതപരമായ വികാരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ കേരള കോൺഗ്രസിലെ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നേരത്തെ പറഞ്ഞ പോലെ ഹൈന്ദവ പാർട്ടികളില്ലേ, BJP അല്ലാത്ത. അപ്പൊ BDJS-നെ ഞാൻ BJP പോലെ ഒരു ഹിംസാത്മക പാർട്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നിലവിൽ അവരുടെ സഖ്യമുള്ളതുകൊണ്ട് വിയോജിപ്പ് നമുക്ക് പറയാമെങ്കിലും, പക്ഷെ BDJS എന്നുള്ള നിലക്ക് ഈഴവ സമുദായത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്ക് BJP-യോട് സഖ്യമുണ്ട് എന്നുള്ള ഭാഗം ഇല്ലെങ്കിൽ നമുക്ക് അവരോട് വിയോജിപ്പൊന്നുമില്ല. ഈഴവ സമുദായത്തിന്റെ ഉന്നമനം ഉണ്ടാവേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ ഉന്നമനത്തിന് ആവശ്യമാണ്. പക്ഷെ ഇത്തരം ഏത് വിഭാഗവും, ഈവൻ മാർക്സിസ്റ്റ് പാർട്ടി
പലയിടങ്ങളിലും ആളുകളുടെ ഈ മതപരമായ ഇമോഷൻസിനെ ഉപയോഗപ്പെടുത്തുന്നില്ലേ? സദ്ദാം ഹുസൈൻ മുതൽ യാസർ അറഫാത്ത് വരെയുള്ളവരെ മലബാർ മേഖലയിൽ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനായിരുന്നു? അത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം എന്നൊക്കെ പറയുമ്പോഴും അതേ ചിഹ്നങ്ങളെ സാമ്രാജ്യത്വ വിരുദ്ധതയിൽ ചിന്തിക്കുന്ന മറ്റ് മതവിഭാഗങ്ങളുടെ അടുത്ത് ഉപയോഗിക്കുന്നില്ലല്ലോ. മുസ്ലിം മതവിഭാഗങ്ങളുടെ അടുത്ത് മാത്രം യാസർ അറഫാത്തിനും സദ്ദാമിനും അമിതമായ പ്രാധാന്യം നൽകിയൊരു പ്രചരണ കാലം ഉണ്ടായിരുന്നല്ലോ. അതെന്തിനായിരുന്നു? അപ്പൊ അവിടെ ഒരു ഇമോഷണൽ തന്നെയാണ്. മനുഷ്യർക്ക് അവരുടെ ഐഡന്റിറ്റിയായി അവരെ കരുതുന്ന വ്യത്യസ്ത കാര്യങ്ങളുണ്ടാവും. മതപരമായി ഞാനിപ്പോൾ ഒരു മുസ്ലിമാണെന്നുള്ള ഐഡന്റിറ്റി, ഞാനൊരു മലയാളിയാണെന്നുള്ള ഐഡന്റിറ്റി, ഞാനൊരു ആണാണെന്നുള്ള ഐഡന്റിറ്റി, ഞാൻ മലപ്പുറം ജില്ലക്കാരനാണെന്നുള്ള ഐഡന്റിറ്റി, ഇങ്ങനെ തുടങ്ങി എനിക്ക് ഒരുപാട് ഐഡന്റിറ്റികൾ ഉണ്ടാവും. ഇതിലെനിക്ക് ചില ഐഡന്റിറ്റികളോട് കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും, ചിലതിനോട് കുറവായിരിക്കും. ഇതിൽ ഏത് ഐഡന്റിറ്റി ആക്രമിക്കപ്പെട്ടാലും അല്ലെങ്കിൽ ഏത് ഐഡന്റിറ്റിയോട് താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായാലും എനിക്കതിൽ പ്രത്യേക താല്പര്യം ഉണ്ടാവും. അത് മനുഷ്യനിലുള്ളതാണ്, അത് മാറ്റാൻ കഴിയുന്ന കാര്യമില്ല. അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആളുകളിലുള്ള ഈ മതപരമായ ഇമോഷനെ ഉപയോഗിക്കുക എന്നുള്ളത് CPM ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ലല്ലോ, മതപരം മാത്രമല്ലല്ലോ ഇമോഷൻസ് എന്ന് പറഞ്ഞത്. ആളുകളുടെ വ്യത്യസ്ത രീതിയിലുള്ള എത്നിക് ആയിട്ടുള്ള ഇമോഷൻസിനെ, വ്യത്യസ്ത വംശീയമായ ഇമോഷൻസിനെ തീർച്ചയായിട്ടും CPM ഉപയോഗിച്ചിട്ടുണ്ട്. ഈവൻ തൊഴിലാളി വർഗം എന്ന ഒരു ഇമോഷൻ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഒരു തരം ഒരു വർഗീയമായ ഇമോഷനല്ലേ. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ്. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിലൊന്നും ആരും മോശക്കാരല്ല. ആരെയാണ് കൂടുതൽ ആരാണ് കുറവ് എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. മാഷാ അല്ലാഹ് സ്റ്റിക്കറൊന്നും ഉപയോഗിച്ചത് മറ്റാരുമല്ലല്ലോ. അപ്പൊ ഇത് ആ കാര്യം കൊണ്ടും ഒരു വിഭാഗത്തെ മാത്രം ആരോപിക്കാൻ കാരണമില്ല. പിന്നെയുള്ളത് നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പൊ സജി ചെറിയാനൊക്കെ എന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ച അങ്ങനെയാണ്. മുസ്ലിങ്ങളൊക്കെ മുസ്ലിങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുക, ഹിന്ദുക്കളുടെ പാർട്ടിക്ക് BJPക്ക് വോട്ട് ചെയ്യുക എന്ന രീതിയിലായി കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളെ പോലെ ആവില്ലേ നമ്മളും. അതുകൊണ്ട് മതേതര പാർട്ടികൾ, എല്ലാവരും ഉൾക്കൊള്ളുന്ന പാർട്ടികൾക്ക് വോട്ട് ചെയ്യില്ലേ വേണ്ടത് എന്ന് വ്യാഖ്യാനിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതിൽ മറ്റു കുറെ പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് വരാം. ഈ രീതിയിലുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹത്തിന്റെ വിവാദമായ പ്രസ്താവനയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരും കൂടുതൽ എഴുതിക്കണ്ടത്. അതിലൊരു ശരിയുണ്ട്, തീർച്ചയായിട്ടും ശരിയുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുവരെ ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഉള്ള പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല, അറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തവണ ചിഹ്നം മാറിപ്പോയിട്ടുണ്ട് ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു വോട്ടിൽ എന്നല്ലാണ്ട് ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ മുസ്ലിങ്ങളിൽ നല്ലൊരു പറ്റവും സെക്യുലർ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നവരാണ്. ഈവൻ സമസ്തയുടെ ആദ്യകാല നേതാക്കളിൽ ചിലരെങ്കിലും കോൺഗ്രസ് അനുഭാവികളായിരുന്നു. അപ്പൊ ഇതൊന്നും ഇപ്പോഴും വലിയൊരു പറ്റം മുസ്ലിം ലീഗിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാത്തവരാണ്. അപ്പൊ അത് മുസ്ലിം സമുദായത്തിനകത്ത് ഈ രണ്ട് രീതിയിലുള്ള ചിന്തകളുണ്ട്. അപ്പൊ മുസ്ലിങ്ങൾ ഒരു വിഭാഗത്തിന് മാത്രം മുസ്ലിം പാർട്ടികൾക്ക് മാത്രം വോട്ട് ചെയ്യാം എന്നായിക്കഴിഞ്ഞാൽ അതേപോലെയുള്ള ഒരു ധ്രുവീകരണം മറുവശത്തും സംഭവിക്കില്ല എന്ന് വെച്ചാൽ ഉണ്ട്, അങ്ങനെ സാധ്യതയുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ സമുദായങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഇന്ത്യൻ സാഹചര്യത്തിൽ, കേരള സാഹചര്യത്തിൽ ദോഷകരല്ലെന്ന് വെച്ചാൽ ഒരു പരിധി വരെ വേണമെങ്കിൽ ആണെന്നും പറയാം. അത് പൂർണ്ണമായി അങ്ങനെ ആവുമ്പോഴാണ്, അല്ലാതെ മുസ്ലിങ്ങളുടെ പേരിൽ പാർട്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രം അങ്ങനെ നമ്മൾ കരുതേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവിടെ അത് പ്രശ്നമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ നമ്മൾ വിമർശിക്കുന്നുവെങ്കിൽ അതേ പോസ്റ്റിൽ തന്നെ അല്ലേ കേരള കോൺഗ്രസ് ഉള്ളത്, പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ പാർട്ടിയാണെന്നുള്ള എല്ലാവർക്കും അറിഞ്ഞ കാര്യമില്ല. ഈവൻ മുസ്ലിം സമുദായത്തിലെ വലിയ വിഭാഗം പണ്ഡിതരടക്കം നല്ലൊരു പറ്റം ലീഗിനെ നിശ്ചിതമായി വിമർശിക്കുന്നവരാണ്. ലീഗിന്റെ ആശീർവാദം ഇങ്ങോട്ടോ ലീഗ് അങ്ങോട്ടോ അവരുടെ ആശീർവാദം പലപ്പോഴും വാങ്ങാത്തവരാണ്, എന്നാൽ ആശീർവാദം ഉറപ്പുവരുത്താത്തവരാണ്. നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവുമെങ്കിലും അതേസമയം സഭയുമായി എപ്പോഴും സൗഹാർദ്ദത്തിലും സഭയുടെ ഉത്തമ കുഞ്ഞാടുകളായിട്ട് പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ്, അത് ഇതേ അർത്ഥത്തിലുള്ള ഒരു വർഗീയ പാർട്ടി തന്നെയല്ലേ എപ്പോഴും. വർഗീയാണെങ്കിൽ മുസ്ലിം ലീഗ് വർഗീയാണെങ്കിൽ, BDJS വർഗീയാണെങ്കിൽ അതേപോലെ ഒരു വർഗീയ പാർട്ടി തന്നെയല്ലേ കേരള കോൺഗ്രസും. ഇപ്പോ LDF പ്രഖ്യാപിച്ചിരിക്കുന്ന ജാഥയുടെ 3 മേഖലയിൽ, ഒരു മേഖല ബിനോയ് വിശ്വവും, ഒരു മേഖലയിൽ ഗോവിന്ദ മാഷും, ഒരു മേഖലയിൽ നമ്മുടെ ജോസ് കെ മാണിയാണ് അതിന്റെ നേതൃത്വം നൽകാൻ പോകുന്നത്.
അപ്പോൾ ഒരു വർഗീയ പാർട്ടിയെ കൊണ്ട് ഒരു മേഖലാ ജാഥക്ക് തന്നെ നേതൃത്വം കൊടുത്തു, കേരളത്തിലെ 1/3 നേതൃത്വം കൊടുത്തുകൊണ്ട് അവരെ മുന്നണിയിലൊരു പ്രധാന കക്ഷിയായി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വർഗീയതക്കെതിരെ സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വിഭാഗം ഒരു സാമുദായിക അടിസ്ഥാനത്തിലുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്താൽ അപകടമല്ലേ, അപ്പോൾ മലപ്പുറത്തുള്ളവരും കാസർഗോഡുള്ളവരും ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ തെക്കൻ കേരളത്തിലെ സമാന സ്വഭാവമുള്ള ഒരു പാർട്ടിയെ കൂടെ നിർത്തിക്കൊണ്ടാണല്ലേ ഈ വിശദീകരണങ്ങളൊക്കെ എഴുതുന്നത്. ഇതിലൊക്കെ എന്താ ആത്മാർത്ഥതയും എന്താ അർത്ഥമാണുള്ളത്? ഞാൻ കേരള കോൺഗ്രസിനെ വർഗീയ പാർട്ടി എന്ന പരാമർശം നടത്തിയത് തെറ്റിദ്ധരിക്കരുത്. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെങ്കിൽ, BDJS പോലെയുള്ള പാർട്ടികൾ വർഗീയ പാർട്ടിയാണെങ്കിൽ, CK ജാനുവിന്റെ പാർട്ടി വർഗീയ പാർട്ടിയാണെങ്കിൽ, എന്നാൽ അതൊക്കെ ഓരോരോ വ്യത്യസ്ത ഗ്രൂപ്പുകളെ പ്രത്യേകമായി ഫോക്കസ് ചെയ്യുന്ന പാർട്ടികളാണെങ്കിൽ കേരള കോൺഗ്രസുമാണ്. അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വർഗീയത എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഭീകരമായ ഒരു ചിത്രം ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അങ്ങനെയുള്ള വർഗീയ പാർട്ടിയായിട്ട് കേരള കോൺഗ്രസിനെ ഞാൻ കാണുന്നില്ല, നമ്മളാരും കാണുന്നില്ല. അപ്പോ സമുദായാടിസ്ഥാനത്തിൽ സംഘടിക്കുന്ന പാർട്ടികൾക്ക് വോട്ട് ചെയ്യുക എന്നത് പ്രശ്നമാണ്. അത് അങ്ങനെ വോട്ട് ചെയ്യുന്ന സമുദായം ശരിയല്ല, അവരുടെ പേര് നോക്കൂ എന്ന രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, സമുദായാടിസ്ഥാനത്തിൽ തന്നെയുള്ള ഒന്നിലേറെ പാർട്ടികൾ നമ്മുടെ മുന്നണിയുടെ ഭാഗമായിരിക്കെയാണ് ആ പ്രസ്താവന നടത്തുന്നത്. അത്തരം ഉദാഹരണങ്ങൾ എപ്പോഴും ഇങ്ങോട്ട് വടക്കോട്ട് മാത്രം വരുന്നു എന്നതൊക്കെ അതും നിഷ്കളങ്കമല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പറഞ്ഞതിന്റെ ചുരുക്കം, വർഗീയത എന്ന് പറയുന്നത് എന്താണ്, എവിടെയാണ് അത് ഉപയോഗിക്കേണ്ടത്? പലപ്പോഴും മാർക്സിസ്റ്റ് ഇടതുപക്ഷ വിഭാഗങ്ങൾ ഇത്തരം വാക്കുകളെ വല്ലാണ്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് കാണാം. അത് അറിയാഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുന്നത്, BJPയോട് സമീകരിച്ചുകൊണ്ട് ആളുകൾക്ക് തോന്നുന്ന വിധം പറയുന്നതൊന്നും എപ്പോഴും നിഷ്കളങ്കമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ല എന്ന് ഗോവിന്ദ മാഷ് കുറച്ചു മുന്നേ പറഞ്ഞതിന്റെ ക്ലിപ്പ് നമ്മളെടുത്ത് കിട്ടുമല്ലോ. അപ്പോ ഇതൊക്കെ ഒരു തരം എന്താ പറയാ, ഒരു ടെർമിനോളജികൾ കൊണ്ട് കളിക്കലാണ്. പക്ഷെ അത് ദൂരവ്യാപകമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നുള്ള ബോധം നമ്മുടെ പാർട്ടികൾക്കും രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കും ഉണ്ടായില്ലെങ്കിൽ കാര്യങ്ങൾ അപകടം. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി, നമ്മൾ വർഗീയ എന്ന് പറയുമ്പോൾ വർഗീയതയുടെ ഏത് അർത്ഥത്തിലാണ് നമ്മൾ എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ആർക്കൊക്കെയാണ് ബാധകമാകുക എന്നുള്ള വ്യക്തത വേണം എന്ന് ഉണർത്തുന്നു. സന്തോഷം.